ഓം നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അഷ്ടമി തിഥി, അതായത് തേയ്പിറ അഷ്ടമി ദിവസത്തിൽ കാലഭൈരവ ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വന്നാൽ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും തേഞ്ഞു മാഞ്ഞ് ഇല്ലാതായി പോകുമെന്നുള്ള കാര്യം നമ്മുടെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭൈരവ ഭഗവാനെ വഴിപാട് ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാം എന്നുള്ളത് മാത്രമല്ല, അത് എന്തു തന്നെ ആവട്ടെ, ആരോഗ്യപരമായ പ്രശ്നങ്ങളും സാമ്പത്തികപരമായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടിയെടുക്കാം എന്നുള്ളത് ഒരു വശം മാത്രമല്ല, എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹവും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അഷ്ടമി തിഥിയിൽ രാഹുകാല വഴിപാട് എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിയെടുക്കുവാനുള്ള ഒരു സമയമാണ്. പക്ഷേ രാഹുകാലം എന്ന് പറയുന്നത് ഉച്ച സമയത്ത് വരുന്നതിനാൽ തന്നെ പലർക്കും, ജോലിക്ക് പോകുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തി വഴിപാടുകളും പ്രാർത്ഥനകളും ചെയ്യാൻ സാധിക്കില്ല. ഇനി ചിലർക്കാകട്ടെ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കില്ല എന്നെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയും കൂടിയാണ് അഷ്ടമി തിഥി മുഴുവനായും ഉള്ള ഒരു ദിവസത്തിൽ നമ്മൾ 108 പ്രാവശ്യം ഭഗവാന്റെ ഈ തിരുനാമം ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യം നിറവേറി കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏത് കാര്യം നമ്മളിൽ നിന്ന് ദൂരെ മാഞ്ഞില്ലാതായി പോകണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം തന്നെ നിറവേറി കിട്ടും. കാലത്തെ അതിജീവിക്കുന്ന പാപികളെ ശിക്ഷിക്കുന്ന ഒരു ദേവനായിട്ടാണ് കാലഭൈരവ ഭഗവാനെ കാണപ്പെടുന്നത്. അതായത് ശിവഭഗവാന്റെ ഒരു ശക്തമായ മൂർത്തിഭാവമായിട്ടും കാലഭൈരവ സ്വാമിയെ പറയപ്പെടുന്നുണ്ട്. നമ്മൾ ഈ അഷ്ടമി തിഥി വഴിപാടിനെ കുറിച്ച് പറയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കാലഭൈരവ സ്വാമിയുടെ കഥ എന്തെങ്കിലും ഒന്ന് പറയാമോ എന്ന്. കാരണം നമ്മൾ എല്ലാ ഭഗവാനെ കുറിച്ചുള്ള കഥകളും പറഞ്ഞു വരുന്നുണ്ടല്ലോ, പുരാണ കഥകളെല്ലാം. അങ്ങനെ നോക്കുമ്പോൾ പുരാണ കഥകൾ അനുസരിച്ച് കാലഭൈരവരുടെ സൃഷ്ടി എന്ന് പറയുന്നത് ബ്രഹ്മാവും വിഷ്ണു ഭഗവാനും തമ്മിലുള്ള ഒരു സംഘട്ടനത്തോടെയാണ് എന്നാണ് പറയുന്നത്. ഇരുവരും പരസ്പരം മാറ്റമില്ലാതെ പരമമായ സ്ഥാനം സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ദിവ്യ പദവി ഉണ്ടായിരുന്നിട്ടും മായയുടെ മായാശക്തിയാൽ അവർ വഴിതെറ്റിക്കപ്പെട്ടു എന്ന് തന്നെ പറയാവുന്നതാണ്. വേദങ്ങളോട് കൂടി ആലോചിച്ചപ്പോൾ എല്ലാ സൃഷ്ടിയുടെയും സംരക്ഷണത്തിൻ്റെയും സംഹാരത്തിൻ്റെയും യഥാർത്ഥ ഉറവിടം എവിടെയാണ്? സാക്ഷാൽ ശിവഭഗവാൻ തന്നെയാണ്. രുദ്രൻ എന്നറിയപ്പെടുന്ന ശിവഭഗവാൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും ഉറവിടം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ജീവജാലങ്ങളും ആരിൽ വസിക്കുന്നുവോ അവരിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത് എന്ന് ഋഗ്വേദം രുദ്രനെ വിശേഷിപ്പിക്കുന്നുണ്ട്. യജുർവേദമാകട്ടെ യാഗങ്ങളുടെയും നാഥനായിട്ടും പ്രപഞ്ചത്തെ നിലനിർത്തുന്ന വിശ്വപ്രകാശമായിട്ടും പറയപ്പെടുന്നുണ്ട്. എല്ലാ ദുഃഖങ്ങൾക്കും അതീതനായിട്ടും ഏറ്റവും ഭക്തർ ആരാധിക്കുന്നവനായിട്ടും ശിവഭഗവാനെ അഥർവവേദം പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ എല്ലാ വേദങ്ങളിലും ശിവഭഗവാനെയാണ് പറയുന്നത്. ബ്രഹ്മദേവന് തൻ്റെ ദിവ്യ പദവിയിൽ എപ്പോഴും ഒരു ചെറിയ അഹങ്കാരം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. കാരണം ഞാനാണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നത് എന്നുള്ള ആ ഒരു മനോഭാവം. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവിൻ്റെ അഹങ്കാരത്തെ ശമിപ്പിക്കുവാൻ വേണ്ടി ഭഗവാൻ കാലഭൈരവനെ സൃഷ്ടിച്ചു. കാലത്തിൻ്റെ സംഹാരശക്തിയെ ഉൾക്കൊള്ളുന്ന ഒരു ഉഗ്രവും ഭയാനകവുമായ രൂപമാണ് കാലഭൈരവരുടേത്. ബ്രഹ്മാവിനെ ശിക്ഷിക്കാൻ ഭൈരവനോട് കൽപ്പിക്കുകയും ഇത് അഹങ്കാരത്തിൻ്റെയും അജ്ഞതയുടെയും ഉന്മൂലനത്തെ പ്രതീകപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ 5ാമത്തെ തല ഛേദിച്ചു കളയുന്നതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 5ാമത്തെ തലയെ ഛേദിച്ചു കളഞ്ഞതിനു ശേഷം മാത്രമാണ് ബ്രഹ്മാവിൻ്റെ അഹങ്കാരം ശമിക്കപ്പെട്ടതായിട്ടും അതുകൊണ്ട് തന്നെയാണ് 4 മുഖൻ എന്ന് ബ്രഹ്മദേവനെ വിളിക്കുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടിയാണ്, കാശിയുടെ കാവൽക്കാരനായിട്ടും നമ്മുടെ കാലഭൈരവ സ്വാമിയെ അറിയപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെ 8 ഭൈരവ രൂപങ്ങളെയാണ് പറയപ്പെടുന്നത്. 64 ഭൈരവ രൂപങ്ങൾ ഉണ്ടെങ്കിൽ പോലും 8 ഭൈരവ രൂപത്തെയാണ് പ്രധാനമായും പറയപ്പെടുന്നത്. അതിൽ ഒന്ന് അസിതാംഗ ഭൈരവൻ, രുരു ഭൈരവൻ, ചന്ദ ഭൈരവൻ, ക്രോധ ഭൈരവൻ, ഉന്മത്ത ഭൈരവൻ, കപാല ഭൈരവൻ, ഭീക്ഷണ ഭൈരവൻ, സംഹാര ഭൈരവൻ എന്നുള്ളത്. ഓരോ ഭൈരവർക്കും അതിൻ്റെതായ അർത്ഥങ്ങളുമുണ്ട്. അസിതാംഗ ഭൈരവൻ എന്ന് പറയുമ്പോൾ കിഴക്ക് ദിശയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് ജലത്തിൻ്റെ മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അസിതാംഗ ഭൈരവനെ പറയപ്പെടുന്നത്. രുരു ഭൈരവൻ തെക്ക് കിഴക്ക് ഭാഗത്തെ ഭരിക്കുന്നവനും അഗ്നിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ചന്ദ ഭൈരവൻ തെക്ക് ഭാഗത്ത് ഭരിക്കുന്നവനും ഭൂമിയുടെ മൂലകത്തെയും പ്രതീകപ്പെടുത്തുന്നു. ക്രോധ ഭൈരവർ തെക്ക് പടിഞ്ഞാറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വായുവിനെ പ്രതിനിധീകരിക്കുന്നു. ഉന്മത്ത ഭൈരവൻ പടിഞ്ഞാറിനെ ഭരിക്കുന്നു. കപാല ഭൈരവൻ വടക്കു പടിഞ്ഞാറ് ഭരിക്കുകയും മനസ്സിനെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു. ഭീഷണ ഭൈരവൻ വടക്ക് ദിക്ക് ഭരിക്കുന്നവനും ബുദ്ധിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. സംഹാര ഭൈരവൻ വടക്കു കിഴക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അഹങ്കാരത്തെ ശമിപ്പിക്കുന്നു.
ഈ അഷ്ടഭൈരവർക്ക് മുന്നിൽ നിൽക്കുന്നവരാണ് കാലഭൈരവൻ എന്ന് കണക്കാക്കപ്പെടുന്നു. ഓരോ ഭൈരവനും നിർദ്ദിഷ്ട പ്രപഞ്ച പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുമ്പോൾ കാലഭൈരവൻ അവയെല്ലാം മറികടക്കുന്നു. അതായത് കാലത്താൽ മായ്ക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ എന്തുണ്ടോ അതിനെ എല്ലാം ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരാളാണ് കാലഭൈരവൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകൾക്കും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശനിദോഷങ്ങൾ തന്നെയാണ് എന്ന് നമുക്കറിയാം. രാഹുദോഷം, ശനിദോഷം, ഇങ്ങനെയുള്ള ഗ്രഹദോഷങ്ങൾ മുഖാന്തരം നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു അവസാനം എന്നുള്ള വാക്ക് കാലഭൈരവർ തന്നെയാണ്. കാലഭൈരവരുടെ പടം നമ്മുടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വർണ്ണാകർഷണ ഭൈരവരുടെ പടം നമ്മുടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വീട്ടിലെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ ഇല്ലാതാക്കുവാനും നമ്മുടെ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാനും അതുപോലെ തന്നെ പുതിയതായിട്ട് സ്വർണ്ണങ്ങൾ വാങ്ങിക്കുവാനും നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്ന ഒന്നാണ് സ്വർണ്ണാകർഷണ ഭൈരവ വഴിപാട് എന്ന് പറയുന്നത്. പക്ഷെ കാലഭൈരവ ഭഗവാനെ വഴിപാട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്ര ദർശനം ചെയ്ത് അവിടെ ചെന്ന് തന്നെയാണ് വഴിപാടുകൾ ചെയ്യേണ്ടത്. എങ്ങനെ വഴിപാട് ചെയ്യാം? ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യമാണ്. കുരുമുളക് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം, കുമ്പളങ്ങ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം, തേങ്ങാ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം. ഇനി ഇതിനൊന്നും സാധിക്കില്ല, എനിക്കിതെല്ലാം ചെയ്യാൻ പേടിയാണ് എന്ന് പറയുന്നവർ സാരമില്ല. ഒരു മൺവിളക്കിൽ നെയ്യൊഴിച്ച് നമ്മൾ ചുവപ്പ് നിറത്തിലുള്ള തിരിയിട്ട് കാലഭൈരവരുടെ സന്നിധിയിൽ കൊണ്ടുപോയി അത് തെളിയിച്ച് ഓം കാല ഭൈരവായ നമഃ, ഓം കാല ഭൈരവായ നമഃ എന്നുള്ള മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചു വരിക. എത്ര പ്രാവശ്യം ജപിക്കണം? 108 പ്രാവശ്യം ജപിക്കണം. ഇത് ക്ഷേത്രത്തിൽ വെച്ച് മാത്രമേ ജപിക്കാൻ സാധിക്കുകയുള്ളൂ അല്ല, നമ്മൾ വീട്ടിലും, അതായത് എപ്പോഴെല്ലാം അഷ്ടമി തിഥി വരുന്നുവോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തവിടുപൊടിയാക്കുവാൻ വേണ്ടി ഓം കാല ഭൈരവായ നമഃ എന്നുള്ള മന്ത്രം നമുക്ക് ജപിച്ചു കൊണ്ടിരിക്കാവുന്നതാണ്. മാത്രമല്ല നമുക്ക് വേറെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ല, ജോലിപരമായ പ്രശ്നങ്ങളില്ല, പക്ഷേ കുറച്ച് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കണം, എൻ്റെ സാമ്പത്തിക നില ഉയർന്നു വരണം എന്നുണ്ടെങ്കിൽ ഓം സ്വർണ്ണാകർഷണ ഭൈരവായ നമഃ എന്നുള്ള മന്ത്രം നിങ്ങൾക്ക് ഈ അഷ്ടമി തിഥി ദിവസങ്ങളിൽ ജപിക്കാവുന്നതാണ്. എത്ര പ്രാവശ്യം ജപിക്കണം? എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൊല്ലാം. കുറഞ്ഞത് 108 പ്രാവശ്യമെങ്കിലും ഇന്നിത് ചൊല്ലുക. ജീവിതത്തിൽ ഒരുപാട് പേർക്ക് അനുഭവം കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ സ്വർണ്ണാകർഷണ ഭൈരവരുടെ വഴിപാടിലൂടെ നേടിയെടുക്കുവാൻ സാധിച്ചത് പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തിക നില ഉയർച്ച എന്നിവയെല്ലാമാണ്. നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെയും ഒരു മാഡം കമൻറ്റ് ഇട്ടിരുന്നു, മാഡത്തിൻ്റെ സ്വർണ്ണാകർഷണ ഭൈരവരുടെ മന്ത്രം ജപിച്ച് എൻ്റെ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ള കാര്യം ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയുന്നത്, ഇന്ന് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിലും ഇനി പൂജകൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഒരു ദീപം പോലും തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിലും സാരമില്ല. രാത്രി 12 മണിക്കുള്ളിൽ, ഇന്ന് മുഴുവനായിട്ടും അഷ്ടമി തിഥി ഉള്ളതിനാൽ തന്നെ രാത്രി 12 മണിക്കുള്ളിൽ ശുദ്ധമായി, അതായത് കയ്യും മുഖവും കഴുകി, നോൺ വെജ് ഒന്നും കഴിച്ചിരിക്കരുത് എന്നാണ് ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം. ഇന്ന് നോൺ വെജ് കഴിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ മന്ത്രം ചൊല്ലേണ്ട, അടുത്ത അഷ്ടമി തിഥിക്ക് ചൊല്ലിയാൽ മതി. അപ്പോൾ പീരിയഡ്സ്, പുലവാലായ്മ എല്ലാം ഉണ്ടെങ്കിൽ അതിനെ മാറ്റിവെക്കുക. മറിച്ച് ശുദ്ധമായിരിക്കുകയാണെങ്കിൽ വീണ്ടും ഒന്നുകൂടി കുളിക്കാൻ സാധിക്കുമെങ്കിൽ കുളിക്കുകയോ കയ്യും മുഖവും കഴുകാൻ സാധിക്കുമെങ്കിൽ കയ്യും മുഖവും കഴുകിയതിനു ശേഷം നമ്മുടെ പൂജാമുറിയിൽ പോയി ഇരുന്നു കൊണ്ട് ദീപം തെളിയിക്കണം എന്ന് പോലുമില്ല. ശിവഭഗവാന്റെ രൂപമോ ഇനി അഥവാ കാലഭൈരവരുടെ രൂപമോ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആദ്യം നമ്മളെ ചുറ്റിയുള്ള നെഗറ്റിവിറ്റികൾ മാറിക്കിട്ടണം, നമ്മുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടണം, എൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ ഉണ്ടാകണം, എൻ്റെ ജീവിതം നല്ല സന്തോഷത്തോടു കൂടി കൊണ്ടുപോകുവാൻ സാധിക്കണം, സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടണം, തൊഴിൽപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടണം, ശത്രുദോഷങ്ങളിൽ നിന്ന്, ദൃഷ്ടിദോഷങ്ങളിൽ നിന്ന് മോചനം നേടണമെന്നെല്ലാം നമ്മുടെ മനസ്സിൽ ആ സമയത്ത് എന്തെല്ലാം ഭഗവാനോട് പ്രാർത്ഥിക്കുവാൻ തോന്നുന്നുവോ അതെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുക. തെക്കു ദിശയിൽ നോക്കിയിരിക്കരുത്, ബാക്കിയുള്ള ഏത് ദിശ നോക്കി ഇരുന്നു കൊണ്ട് വേണമെങ്കിലും കണ്ണുകൾ അടച്ച് ഭഗവാനോട് നമ്മുടെ ഏത് ആഗ്രഹം നിറവേറി കിട്ടാനാണ്, അല്ലെങ്കിൽ ജീവിതം തന്നെ ഉയർച്ചയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഭഗവാനോട് എല്ലാ പ്രാർത്ഥനകളും പറഞ്ഞതിനു ശേഷം ഓം കാല ഭൈരവായ നമഃ, ഓം കാല ഭൈരവായ നമഃ, ഓം കാല ഭൈരവായ നമഃ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. അതായത് കാലങ്ങളാൽ തീർക്കാൻ സാധിക്കാത്ത ദോഷങ്ങളെ പോലും തീർത്ത് ഇല്ലാതാക്കി നമ്മുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന ഒരാളാണ് കാലഭൈരവർ സ്വാമി. അവരെ
മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതായത് ഓം കാല ഭൈരവായ നമ എന്നുള്ള മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും, എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും, എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് വീട്ടിലൊരു ദീപം തെളിയിച്ച് വെച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധാരാളം ഒരു നെയ്ദീപം വീട്ടിൽ തെളിയിച്ച് വെച്ചുകൊണ്ട് ഭൈരവസ്വാമിയുടെ പടമില്ലെങ്കിലും സാരമില്ല, ശിവഭഗവാന്റെ പടത്തിന് താഴെ അല്ലെങ്കിൽ ശിവഭഗവാന്റെ ചെറിയ കുഞ്ഞു ശിവലിംഗം ഉണ്ടെങ്കിൽ അവരുടെ താഴെ ഒരു നെയ്ദീപം തെളിയിച്ച് വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം വിനായക ഭഗവാനെയും അതുപോലെ തന്നെ നമ്മുടെ കുലദൈവത്തെയും പ്രാർത്ഥിച്ചതിനു ശേഷം ഓം കാല ഭൈരവായ നമ, ഓം കാല ഭൈരവായ നമ, ഓം കാല ഭൈരവായ നമ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം കുറഞ്ഞത് ചൊല്ലാവുന്നതാണ്. ഇനി കൂടുതൽ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഒരു 20 മിനിറ്റ് ചൊല്ലിക്കോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധാരാളം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് 108 പ്രാവശ്യമോ 301 പ്രാവശ്യമോ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. മന്ത്രം ജപിക്കുന്നതിലൂടെയും ഉച്ചരിക്കുന്നതിലൂടെയും നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് വൈബ്രേഷൻ കൂടുതൽ ഉണ്ടാകുമെന്നല്ലാതെ ഇത് മുഖാന്തരം യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോകുന്നില്ല. എല്ലാ പ്രശ്നങ്ങളെയും തവിടുപൊടിയാക്കുവാൻ വേണ്ടിയാണ് ഈ മന്ത്രജപങ്ങൾ ഉച്ചരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ മറക്കാതെ ഈ മന്ത്രം ചൊല്ലുക. തീർച്ചയായിട്ടും നിങ്ങൾ ചൊല്ലി നോക്കുക, നല്ലൊരു ഫലം അനുഭവപ്പെടും. ഇനി നിങ്ങൾക്ക് ഈ മന്ത്രം എഴുതാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്മുടെ എപ്പോഴും എഴുതുന്ന ആ പുസ്തകത്തിൽ നോട്ട് പുസ്തകം എടുക്കുക, അല്ലെങ്കിൽ ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് 108 തവണ ഈ ഒരു മന്ത്രം എഴുതാവുന്നതാണ്. ഇത് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭൈരവസ്വാമിയുടെയോ അല്ലെങ്കിൽ ശിവഭഗവാന്റെയോ രൂപം ഉണ്ടായിരിക്കണം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടും എന്നുള്ള ആ ഒരു പരിപൂർണ ബോധത്തോടു കൂടിയും വേണം നമ്മൾ ഈ ഒരു മന്ത്രം എഴുതുവാനായിട്ട്. അപ്പോൾ എഴുതി നോക്കൂ, അല്ലെങ്കിൽ ചൊല്ലി നോക്കൂ. 100ൽ 100% ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. ഇന്നു രാത്രി 12 മണിക്ക് മുന്നേ നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള പുരാണ കഥകൾ, മന്ത്രജപങ്ങൾ, താന്ത്രികങ്ങൾ, വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കടേശായ നമഃ.